عن عمران بن حسين رضي الله عنه عن النبي صلى الله عليه وسلم قال: الحياء خير كله. رواه مسلم. ഇമാം മുസ്ലിം റിവായത്ത് ചെയ്തിട്ടുള്ള, ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഇമ്രാൻ ഇബ്നു ഹുസൈന്റെ ഹദീസാണിത്. ഇമ്രാൻ ഇബ്നു ഹുസൈൻ അബൂ നുജൈദാണ്. അബൂ നുജൈദ് ഇമ്രാൻ ഇബ്നു ഹുസൈൻ അൽ ഖുസാഇ റഹിമഹുല്ലാഹ് റളിയല്ലാഹു അൻഹു. ഖൈബർ അൽ ഖൈബറിലാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചത്. ഖൈബർ യുദ്ധം നടന്ന വർഷത്തിൽ. വലിയ ശ്രേഷ്ഠനായ സഹാബിയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ബസ്രയിലേക്ക് അയച്ചു, അവിടെയുള്ള ആളുകൾക്ക് ഇൽമു പഠിപ്പിക്കാൻ വേണ്ടി. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് അയച്ചതുപോലെ അദ്ദേഹം മുസ്തജാബു ദഅവയായിരുന്നു. ദുആ ചെയ്താൽ ഉത്തരം കിട്ടപ്പെടുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. അങ്ങനെ മുസ്തജാബു ദഅവയാകുക എന്നുള്ളത് ഒരു വലിയ മർത്തബയാണ്, വലിയൊരു മർത്തബയാണ്. കാരണം നമ്മുടെ പല പ്രശ്നങ്ങൾ നിമിത്തം നമ്മുടെ ദുആകൾ തടയപ്പെടും എന്നുള്ളത് ഒരു വസ്തുതയാണ്. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ച ചോദ്യമുണ്ട്. എന്താണ് ആ ചോദ്യം? എനിക്കെങ്ങനെ ഒരു മുസ്തജാബു ദഅവയാകാൻ കഴിയും? അള്ളാഹുവോട് പ്രാർത്ഥിച്ചാൽ അപ്പോഴും ഉത്തരം കിട്ടുന്ന തരത്തിൽ മുസ്തജാബു ദഅവയാകാൻ കഴിയുമെന്ന് ചോദിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്ഇബ് മത്അമക തകുൻ മുസ്തജാബ ദഅവ. നിന്റെ ഭക്ഷണം നീ നന്നാക്കുക, എങ്കിൽ നിനക്ക് ദുആക്ക് ഉത്തരം ലഭിക്കപ്പെടുന്നവരിൽ ഉൾപ്പെടാം. അങ്ങനെ മുസ്തജാബു ദഅവയായി തീരാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതിന് നേർവിപരീതമായി ഹറാമ് തിന്നുകയും ഉടുക്കുകയും ഹറാമിൽ തന്നെ വളരുകയും ചെയ്ത ഒരു വ്യക്തിയെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്? ഒരു മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്നുണ്ട്. അശ്ഗസ അഅ്ബർ, അശ്അസ അഗ്ബർ, ആകെ മുടിയൊക്കെ ഇങ്ങനെ ചെതറിയിട്ടുണ്ട് യാത്രയുടെ കാരണത്താൽ. അതുപോലെ കാലൊക്കെ പൊടി പുരണ്ടിട്ടുണ്ട്, ശരീരമാസകലം. എന്നിട്ട് അള്ളാഹുലേക്ക് കൈ ഉയർത്തി പറയണേ, യാ റബ്ബ് യാ റബ്ബ്. പക്ഷേ മത്അമുഹു ഹറാം വമൽബസുഹു ഹറാം വഗുദിയ ബിൽ ഹറാം വഅന്നാ യുസ്തജാബു ലഹു. പിന്നെ എങ്ങനെയാണ് അവന് ഉത്തരം കിട്ടുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത്. ആ ഒരു യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം, ആ ഒരു ദുആ ചെയ്ത ആളെ സംബന്ധിച്ചിടത്തോളം, ദുആക്ക് ഉത്തരം ലഭിക്കാൻ പര്യാപ്തമാകുന്ന ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. യാത്രയിലെ ദുആ, അള്ളാഹുവിലേക്ക് കൈ ഉയർത്തുക, അതുപോലെ അള്ളാഹുവിന്റെ അസ്മാകൾ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഉത്തരം കൊടുക്കുന്നില്ല. കാരണം എന്താണ്? ഹറാം കഴിക്കുന്നുണ്ട്. മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ പ്രത്യേകത, ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പ്രത്യേകത, അദ്ദേഹം സഹാബിമാർക്കിടയിലുണ്ടായ ഫിത്നയിൽ പങ്കുചേരാത്ത സഹാബിയാണ്. ഇങ്ങനെ ധാരാളം ഫളായിലുകളുള്ള സഹാബിയാണ് ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു അബൂ നുജൈദ്. നമ്മുടെ ഹദീസ് അൽ ഹയാഉ ഖൈറുൻ കുല്ലു. ഹയാ, നാണം, ലജ്ജ, അത് മുഴുവൻ നന്മയാണ്. മുസ്ലിമിന്റെ തന്നെ മറ്റൊരു റിവായത്തിൽ വന്നിട്ടുള്ളത് അൽ ഹയാഉ കുല്ലുഹു ഖൈർ, ലജ്ജ മുഴുവൻ നന്മയാണ്. മറ്റ് ബുഖാരിയുടെ ലഫ്സിൽ വന്നതോ അൽ ഹയാഉ ലാ യഅതി ഇല്ലാ ബിഖൈർ, ലജ്ജ നന്മയല്ലാതെ വരുത്തുകയില്ല. അപ്പോ ഹദീസിന്റെ ഏറ്റവും മുഖ്യമായ ഫായിദ എന്താണ്? ഹയാ എന്ന സിഫത്താണ്. ഹയാ എന്ന സിഫത്ത്, ആ ഒരു ഗുണം, അതെല്ലാ നന്മയുടെയും മൂല കാരണമാണ്.
എന്നാൽ ഈ ഹയ ഇല്ലെങ്കിലോ എല്ലാ ഷർറും അവിടെ ഉണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇദാ ലം തസ്തഹി ഫസ്ന മാ ശഅത. നീ നാണിക്കുന്നില്ലെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ കഴിയും. അപ്പോ തോന്നിവാസിയാകുന്നത് അല്ലെങ്കിൽ എല്ലാ തിന്മയുടെയും അടിസ്ഥാന കാരണം എന്താണ്? നാണമില്ലായ്മയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പരിചയപ്പെടുത്തി, നേർവിപരീതമായിട്ട് എല്ലാ നന്മയുടെയും അടിസ്ഥാനം എന്താണ്? ഹയ ആണെന്ന് പരിചയപ്പെടുത്തി. മറ്റൊരു ഹദീസിൽ വന്നു, അൽ ഹയാഉ ശുഅബത്തുൻ വൽ ഹയാഉ ശുഅബത്തുൻ മിൻ ശുഅബിൽ ഈമാൻ. ഈമാനിന്റെ ശാഖകളിൽപ്പെട്ട ഒരു ശാഖയാണ് ഞാൻ. എന്നാൽ ഹയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹയ എന്ന് പറഞ്ഞാൽ അള്ളാഹു വെറുക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നാണിക്കലാണ്. അതല്ലാതെ നന്മകളിൽ നിന്ന് അത് ചെയ്യാൻ മടി കാണിക്കൽ, ആളുകളുടെ മുമ്പിൽ ആളുകളോട് നല്ല രൂപത്തിൽ പെരുമാറാനും ഇടപഴകാനും നാണം ഉണ്ടാകൽ, ഈ തരത്തിൽ അറിവ് പഠിക്കാൻ നാണം ഉണ്ടാകൽ, ചോദിക്കാൻ നാണം, ഇങ്ങനെ പലതരത്തിലെ നാണങ്ങളുണ്ട്. ഈ നാണം ഒന്നും തന്നെ എന്തല്ല അള്ളാഹു റസൂല് പുകഴ്ത്തിയ ഹയായിൽപ്പെട്ടതല്ല. എല്ലാവിധ റദീലത്തുകളിൽ നിന്നും എന്താണ് തിന്മകളിൽ നിന്നും നാണിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിനെ എന്താണ് ഓർത്ത്, അള്ളാഹു ഇത് കാണുന്നുണ്ടല്ലോ, അള്ളാഹു ഇത് അറിയുന്നുണ്ടല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് നാണിക്കുക എന്നുള്ളതാണ് ഈ ഹദീസിൽ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ നന്മ ചെയ്യുന്നതിന് നാണിക്കുക എന്ന് പറഞ്ഞാൽ അത് ഹയാ അല്ല, മറിച്ച് അതിന് മറ്റു ചില വാക്കുകൾ ഉപയോഗിക്കും. ഹജല് പോലുള്ള വാക്കുകളാണ് കൂടുതൽ അതിന് യോജിക്കുന്ന വാക്കുകൾ. റസൂലുള്ളാഹി യഹ്യ ഇബ്നു അബീ കസീർ റഹിമഹുല്ലാഹ് പറഞ്ഞു, ലാ യനാലുൽ ഇൽമ മുസ്തഹിൻ വല മുസ്തക്ബിർ. ഹയ ഉള്ള നാണമുള്ള ആൾക്ക്, അതുപോലെ കിബ്റുള്ള ആൾക്ക് ഇൽമ നേടാൻ കഴിയില്ല. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിഅമൻ നിസാ, അല്ലെങ്കിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നിഅമൻ നിസാ നിസാഉൽ അൻസാർ. എത്ര നല്ല സ്ത്രീകളാണ് അൻസാരി വനിതകൾ. ലം യംനഅഹുന്ന ഹയാഉഹുന്ന അൻ യതഫഖഹന ഫിദ്ദീൻ. അവരുടെ നാണം അവരെ ദീനിൽ പാണ്ഡിത്യം നേടുന്നതിൽ നിന്ന് തടയുകയില്ല. അഥവാ ചോദിക്കാൻ അവർക്ക് നാണമില്ല. അതുകൊണ്ടാണ് സഹാബി വനിതകൾ അവർ ഏതൊരു സ്ത്രീയും പറയാൻ മടിക്കുന്ന നാണിക്കുന്ന വിഷയങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് വന്നിട്ട് പറയും, ഇന്നല്ലാഹ ലാ യസ്തഹി മിനൽ ഹഖ്. അല്ലാഹു ഹഖ് പറയുന്നതിൽ ഒരിക്കലും എന്ത് ചെയ്യില്ല, നാണിക്കുകയില്ല. എന്നിട്ട് അവരുടെ വിഷയം പറയുകയും അതിലെ എന്താണ് ഇസ്ലാമികമായിട്ട് ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയും ചെയ്യും. അപ്പോ നന്മ ചെയ്യുന്നതിലല്ല നാണം വേണ്ടത്. എല്ലാ തിന്മയിൽ നിന്നും മോശം പ്രവർത്തികളിൽ നിന്നും നാണിക്കുകയാണ് വേണ്ടത്. അള്ളാഹുവിനെ ഓർക്കുകയും അള്ളാഹുവെ മുറാഖബ നടത്തുകയും വേണം. വഇന്ന റബ്ബക ലബിൽ മർസാദ്. അള്ളാഹു എന്ത് ചെയ്യാണ്, പതിയിരിക്കണം എന്നൊരു ബോധമാണ് എന്ത് മുറാഖബത്തുല്ലാഹ്. അള്ളാഹുവിനെ നിരീക്ഷിക്കുകയാണ്. എപ്പോഴും അള്ളാഹു ഇത് കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട് എന്ന ബോധം, അതാണ് മുറാഖബത്ത് എന്നുള്ളത്. ഹയാ ഉള്ള വ്യക്തിക്ക് എന്താണ് പറയാ, ഉള്ളവൻ എന്താണ് പറയുക, ഹയ്യ് എന്നാണ് പറയാ. അള്ളാഹുവിന്റെ നാമങ്ങളിൽപ്പെട്ടതാണ് ഹയ്യ്. കാരണം അള്ളാഹു സുബ്ഹാനഹു തആല, അല്ലെങ്കിൽ ഈ ഹയാ ഏറ്റവും പൂർണ്ണമായ ഒരു ഗുണമാണ്, പൂർണ്ണതയുടെ കമാലിന്റെ സിഫത്താണത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് ആ ഗുണമുണ്ട്. അള്ളാഹു ആ ഹയ്യ് എന്ന നാമം സ്വന്തം നാമമായിട്ട് സ്വീകരിക്കുകയും ചെയ്തു. അള്ളാഹു പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ഹയ്യുൻ കരീം. അള്ളാഹു ഹയ്യാണ്, ലജ്ജിക്കുന്നവനാണ്. അതുപോലെ കരീമുൻ, ഉദാരനാണ്. യസ്തഹി മിൻ അബ്ദിഹി ഇദാ റഫഅ ഇലൈഹി യദഹു അൻ യറുദ്ദഹുമാ സിഫ്റൻ ഖായിബതൈനി. അള്ളാഹുവിന്റെ അടുക്കലേക്ക് കൈ ഉയർത്തണം ഒരടിമ, എന്നിട്ട് ആ കൈയെ ഒന്നും കൊടുക്കാതെ നഷ്ടത്തോടുകൂടി തിരിച്ചയക്കുന്നത്
അള്ളാഹു എന്താണ് നാണിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോ എല്ലാ എന്താണ് തിന്മകളിൽ നിന്നും എന്താണ് നന്മക്ക് നിരക്കാത്ത കാര്യങ്ങൾ അതിൽ നിന്ന് അണികലാണെന്ന് ഹയ എന്നുള്ളത്. അതൊരു മുസ്ലിമിന്റെ അടിസ്ഥാന ഘടകമാണ്. അത് ഈമാനിന്റെ ഒരു എന്താണ് ഷുഅബത്തും മിൻ ശുഅബിൽ ഈമാൻ, ഈമാനിന്റെ ഒരു ശുഅബയാണ്.